ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കോട്ടക്കലടുത്തൊരു സ്ഥലത്ത് തഴവ ഉസ്താദിൻ്റെ വയല് കേൾക്കാൻ വേണ്ടി പോയി. ആകെ ഒരു പ്രാവശ്യം തന്നെ കണ്ടിട്ടുള്ളൂ, ഒരു പ്രാവശ്യം തന്നെ നേരിട്ട് കേട്ടിട്ടുള്ളൂ. തഴവ ഉസ്താദിൻ്റെ വയല് കേൾക്കാൻ വേണ്ടി പോയി. മെല്ലിച്ചിട്ടൊരു മനുഷ്യനാണ്, മുണ്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഉള്ള ഒരു, അന്ന് കുറച്ച് ഇറക്കം കൂടുതലുള്ള ജുബ്ബൊക്കെ ഇടണ ഒരാളാണ് ഞാൻ കണ്ട സമയത്ത്. അങ്ങനെ വയല് എന്താ വെച്ചാൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ചാണ് വയല്. അതിങ്ങനെയാണ് പറഞ്ഞത്: കോഴിക്കോടുള്ള കുഞ്ഞി മുഹമ്മദ് എന്ന് പേരായ ഒരാൾ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ അയച്ചു. 1 റുപ്യ അയച്ചു. എല്ലാ ദിവസവും 1 റുപ്യ അയച്ചു. കോടിക്കണക്കിന് ഉറുപ്പ്യുള്ള പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് 1 റുപ്യ കൊണ്ട് എന്താ? പക്ഷെ കുഞ്ഞമ്മ എന്ത് ചെയ്തു? 1 റുപ്യ അയച്ചു. കുറേ ദിവസം ഈ 1 റുപ്യ ഇങ്ങനെ കിട്ടിയപ്പോൾ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി മൂപ്പരോട് പറഞ്ഞു, കോഴിക്കോടുള്ളൊരു കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് നമ്മളെ ഫണ്ടിക്ക് 1 റുപ്യ അയക്കണുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു പരിഗണന ഒന്നും കിട്ടുമല്ലോ, 1 റുപ്യല്ലേ, അങ്ങനെ എത്ര വിരാന്തന്മാർ എന്ന് വിചാരിക്കും, സ്വാഭാവികം. പക്ഷേ അയാൾ നിർത്തിയില്ല. അയാൾ 1 രൂപ വീണ്ടും അയച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ സെക്രട്ടറി വീണ്ടും പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോടുള്ളൊരു കുഞ്ഞഹമ്മദ് നമ്മുടെ ഫണ്ടിലേക്ക് 1 രൂപ അയക്കണുണ്ട് എന്ന്, അയാൾ ഇപ്പോഴും അയക്കണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇപ്പോഴും അയക്കണുണ്ടോന്നോ എന്ന് ചോദിച്ചു. വീണ്ടും 1 രൂപ അയക്കൽ തുടർന്നു. കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങോട്ട് ചോദിച്ചു, അന്ന് ഇജ്ജ് പറഞ്ഞില്ലേ 1 റുപ്യ അയക്കണ ഒരു കുഞ്ഞഹമ്മദ് ഉണ്ട് എന്ന്, അതിപ്പോൾ കിട്ടലുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇപ്പോഴും കിട്ടുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ പിന്നൊരിക്കൽ വലിയൊരു ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി പ്രധാനമന്ത്രി കോഴിക്കോട്ടേക്ക് വരികയാണ്. വരുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞു, അന്നത്തെ ആ കുഞ്ഞഹമ്മദ് ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജ് നമുക്ക് ഹാജരാക്കണം എന്ന് പറഞ്ഞു. അതിലൊരു പ്രത്യേകമായ പാസ്സൊക്കെ കിട്ടി. സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേജുമൊക്കെ ഇങ്ങനെ ചെല്ലാണ് കുഞ്ഞഹമ്മദ്. അതിൽ പ്രധാനമന്ത്രി കസാലയിൽ നിന്ന് ഇങ്ങോട്ട് നീച്ചിങ്ങാണ്ടുണ്ടാവും ഒരു കെട്ടിപ്പിടിക്കൽ. ഇങ്ങനെ മഷറയിൽ നമുക്ക് ചെല്ലേണ്ടി വരുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് ചെല്ലണമെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു 3 സലാത്താണ്ട് അയച്ചാളിട്ടോ എന്ന് പറഞ്ഞത് ചെറിയ കുട്ടി ഓതാൻ പോലെ തുടങ്ങിയ സമയമാണ്. ഞാൻ അന്ന് വയലേക്കാൻ പോയിട്ട് കേട്ടതാണ്, ഇപ്പോഴും കൽബിലുണ്ട്. അതുകൊണ്ട് ആത്മഹർഷം തുടികൊട്ടുന്ന ഖിയാമത്തിലെ ഏക പ്രതീക്ഷയുള്ള വെള്ളം മുഹമ്മദ് നബിയുടെ വെള്ളമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അവകാശമില്ലാത്ത ഒരു കാര്യം കിട്ടലല്ല, അവകാശമുള്ളത് സ്പീഡാവലാണ്. കണ്ണില്ലാത്തോന് കണ്ണട വെച്ചാൽ കാണുന്നില്ല. കുറച്ചീച്ച കാഴ്ച ഉള്ളവന് നല്ലോണം കാണാനാണ് കണ്ണട. ഒരു യോഗ്യതയില്ലാത്ത ആൾക്ക് ശഫാഅത്ത് കിട്ടൂല, അതുകൊണ്ടൊരു സ്വർഗത്തിലും പോവില്ല. സ്വർഗത്തിലേക്ക് യോഗ്യതയുള്ള ഒരാൾക്ക് സ്വർഗം സ്പീഡാവാനാണ് ശഫാഅത്ത് എന്ന് പറയുന്നത്. ആ ഒരു ശഫാഅത്തല്ലാതെ വേറെ ഒരു പ്രതീക്ഷയും മശ്റയിലില്ല, വേറെ ഒരു പ്രതീക്ഷയില്ല. അതാണ് അശ്ശഫാഅത ഹബ്ലന ഫിൽ ഖിയാമതി മുഷ്ഫിഖൻ വഹ്ലന ഇൻലായ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമൻ ലാഹ നജ്മുൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, അള്ളാൻ്റെ ദുനിയാവിലെ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ. വേറെ എല്ലാ വിഷയം പഠിച്ചാൽ തീരും. പഠിച്ചാൽ തീരാത്ത ആകെ ഒറ്റ വിഷയമുള്ളൂ, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി എല്ലാ വിഷയങ്ങളും പഠിച്ചാൽ തീരും.
പഠിച്ചാൽ പഠിക്കുന്നതിനനുസരിച്ച് കൂടി വരുന്ന വിഷയമാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞ വിഷയം. നമ്മളെല്ലാവരും ഉമ്മ പ്രസവിച്ചതാണ്. ഈ ഇരിക്കണ എല്ലാവരും ഉമ്മാർ പ്രസവിച്ചതാണ്. നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് ചുരുങ്ങിയത് അവിടെ 3 ആളുണ്ടാവും. ഉമ്മ ഏതായാലും ഉണ്ട്, ഉമ്മാൻ്റെ അമ്മയുണ്ട്, പിന്നെ പ്രസവത്തിൻ്റെ മേൽനോട്ടം നയിക്കുന്ന ഒരു മിഡ് വൈഫും ഉണ്ട്. 3 ആൾ എന്തായാലും ഉണ്ടാവും. ഈ 3 ആൾ നമുക്ക് ഓർമ്മയില്ല. എന്നാൽ മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ ഈ ദുനിയാവിലേക്ക് ജനിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഇന്ന ആളുകളാണെന്ന് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുടെ മഹാ അത്ഭുതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർമ്മയുടെ വലിയ അത്ഭുതമാണ്. ഒരു മനുഷ്യന് നോർമലി ബാക്കിലേക്ക് ചിന്തിച്ചാൽ 5 കൊല്ലം കിട്ടുക എന്നാണ്. നമ്മളിങ്ങനെ ബാക്കിക്ക് നോർമലായിട്ട് ആലോചിച്ചാൽ 5 വർഷം കിട്ടുക. പിന്നെ ലഭ്യമായ തെളിവുകളും ഡയറിയിൽ എഴുതി വെച്ച ഡേറ്റുകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരാൾ പോയാൽ 8 വയസ്സ് വരെയാണ് പോകാൻ കഴിയുക. പണ്ട് എൻ്റെ വാപ്പ കയ്യും പിടിച്ചിങ്ങാണ്ട് 1-ാം ക്ലാസ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയപ്പോന്ന് നമ്മളിങ്ങനെ പറയണത് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പിലങ്ങനെ പറയാനല്ല, അത് ഓർമ്മ ഉണ്ടായിട്ട് പറയുന്നതല്ല. 8 വയസ്സ് വരെയാണ് ബാക്കിലേക്ക് പോവുക. ജീനിയസായ അപൂർവ ആൾക്കാർ അതിൻ്റെ മുന്നേക്ക് പോയേക്കാം എന്നേ ഉള്ളൂ. നോർമലി ഒരാൾ പോകൂല. പരമാവധി പോയാൽ ഈ 8 വയസ്സ് വരെ പോണതിനൊരു കാരണം കൂടിയുണ്ട്. 8 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേടന്നിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം. അതിന് മുമ്പ് നല്ല മനുഷ്യന്മാരായിരുന്നു. 8 വയസ്സിന് മുമ്പ് നമുക്ക് ആരോടും ദേഷ്യം ഉണ്ടാവില്ല. കുട്ടികൾക്ക് ആരോടും ദേഷ്യമില്ലല്ലോ. എല്ലാവരെ കണ്ടാലും ചിരിക്കും, എല്ലാവരെ കണ്ടാലും സന്തോഷം പ്രകടിപ്പിക്കും. പിന്നെ വാപ്പ പറയും ഇന്ന ആളെ കണ്ടാൽ ചിരിക്കരുത് കേട്ടോ, അപ്പോൾ അവനോട് ചിരിക്കൽ നിർത്തി. അങ്ങനെയാണ്. അതൊക്കെ 8 വയസ്സിന് ശേഷമാണ് സംഭവിക്കുന്നത്, അതിന് മുമ്പ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് 8 വയസ്സിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് ഒരാൾക്ക് മടങ്ങാൻ പറ്റിയാൽ ഈ ലോകത്തെ ഏറ്റവും മുത്തഖിയായ മനുഷ്യൻ അവനായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പോകാത്തതിൻ്റെ കാരണം. ശൈത്താൻ അങ്ങോട്ട് പോകാൻ അയക്കൂല, 8 വയസ്സിന് മുമ്പത്തേക്ക് മടങ്ങാൻ സമ്മതിക്കൂല. ഓൻ എന്തെങ്കിലുമൊക്കെ മറ വെച്ചിട്ട് അത്തിരിയിട്ടൊന്ന് പോണ്ടാറേ അങ്ങനെ മുടക്കിങ്ങാണ്ട് വെക്കും. എന്നാൽ മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 8 വയസ്സിന് മുമ്പ് എന്ന് മാത്രമല്ല, ജനിക്കപ്പെട്ട സന്ദർഭത്തിലുള്ള അവസരങ്ങൾ, അന്നത്തെ അവസ്ഥകൾ, സാഹചര്യങ്ങളെ കുറിച്ച് നബി തങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സല്ലല്ലാഹു. ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളുടെയും കുട്ടിക്കാലം പഠിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും, ഉണ്ണിയേശു, ഉണ്ണിക്കണ്ണൻ, എല്ലാവരുടെയും കുട്ടിക്കാലം പഠിക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെയും കുട്ടിക്കാലം പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഹലീമ ബി റളിയല്ലാഹു അൻഹ 4 വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ് മുല കൊടുത്തത്. നോർമലി 2 വയസ്സ് വരെയാണ് കരാറുണ്ടാകുക. പിന്നെ 1 വർഷം കൂടി 3 വയസ്സ്. 4-ാം വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ തിരിച്ചു കൊണ്ടാക്കി. തിരിച്ചു കൊണ്ടുവന്നാക്കിയിട്ട് ഹലീമ ബീവി പോയി. നബിതങ്ങൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കളിക്കണതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കാണാനില്ലാതായി. എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. എല്ലായിടത്തും തിരഞ്ഞു, ഒരൈഡിയ ഇല്ല. അവസാനം അബൂ ത്വാലിബ് വല്ലിപ്പ തൻ്റെ സഹോദരങ്ങളൊക്കെ കൂട്ടിയിട്ട് കഅബയിൽ ചെന്ന് നീർച്ചയാക്കി തോരുന്നു. ആടിനറുത്തു കൊടുക്കാം, ഒട്ടകത്തെ അറുത്തു കൊടുക്കാം എന്ന് നീർച്ചയാക്കിയിട്ട് ദുആ ചെയ്തു. ദുആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാശരീരി കേട്ടു. യമനിലേക്ക് പോകുന്ന വഴിയോരത്ത്, യമനിലേക്കുള്ള പ്രധാനപ്പെട്ട വഴിയിലേക്ക് പ്രവേശിച്ചാൽ വലത് ഭാഗത്ത് കാണുന്ന മരച്ചുവട്ടിൽ മുഹമ്മദ് കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ശബ്ദം കേട്ടു. അബ്ദുൽ മുത്തലിബും വറഖത്ത് ബിൻ നൗഫലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞുപോയി. യമനിലേക്ക് പോകുന്ന പൊതുവഴിയിൽ വലതുഭാഗത്തുള്ള മരച്ചുവട്ടിൽ മരത്തിൻ്റെ കൊമ്പുകൾ ഒടിച്ച് നബി തങ്ങൾ കളിച്ചിരിക്കുന്നത് കണ്ടു. കൂട്ടിക്കൊണ്ടുവന്നു. അബ്ദുൽ മുത്തലിബ് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തു എന്നാണ്. ഇങ്ങനെ കുട്ടിക്കാലം മുതൽ പഠിച്ചു വരണം. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള രംഗം മുതൽ പഠിച്ചു വരണം. 6-ാമത്തെ വയസ്സിൽ ആദ്യമായി മദീനയിലേക്ക് പോയി. ഉമ്മയുണ്ട് കൂടെ,
ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീയുമുണ്ട്. പോയി മടങ്ങി വരുമ്പോൾ അബവാ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഉമ്മ മരണപ്പെട്ടു. ഉമ്മക്ക് രോഗം കലശലായപ്പോൾ ഉമ്മു ഐമൻ ചോദിച്ചു, കുട്ടിയെ ഞാൻ മദീനയിലേക്ക് മടക്കിക്കൊണ്ടുപോവണോ, മക്കയിൽ കൊണ്ടു ചെന്ന് അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കണോ എന്ന് ചോദിച്ചു. മദീനയിൽ ഉമ്മാൻ്റെ കുടുംബക്കാരുണ്ടായിരുന്നു. മദീനയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണോ മക്കയിലേക്ക് ഇങ്ങോട്ട്? ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുക ഗർഭം ഉണ്ടാകുമ്പോഴാണ്. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാവാറുള്ളത് ഗർഭം ഉണ്ടാകുമ്പോഴാണ്. ഗർഭം ഉണ്ടാകുമ്പോഴുള്ള സ്വപ്നങ്ങൾ വരെ പ്രയാസമായിരിക്കുന്നതാണ്. ഗർഭിണികളും കുട്ടികളുമാണ് അധികം പേടിയുള്ള സ്വപ്നം കാണാം. ഒരു പാമ്പിനെ കണ്ടാൽ തലശ്ശേരിയിൽ നിന്ന് കാസർഗോഡ് കണ്ടെത്തും. ആ മാതിരി പാമ്പിനെ കാണും ഗർഭിണികൾ, കുട്ടികളും കാണും. കിടക്കണോർന്നാട് വീണാൽ പോയി 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 കുറേ താഴത്തെത്തിയിട്ട് കണ്ണൂർ നോക്കിയാൽ കട്ടിലുമ്പോൾ തന്നെ ഉണ്ടാവും. പിന്നെ ഉറങ്ങിയാൽ പിന്നെയും വിഗ്ഗും. ഇങ്ങനെ കാരണം സ്വപ്നങ്ങൾ പോലും പ്രയാസകരമാണ് ഗർഭിണികൾക്കെങ്കിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വപ്നങ്ങൾ പ്രകാശത്തിൻ്റെ കൊട്ടാരങ്ങളായിരുന്നു. അങ്ങനെയുള്ള താരീഖിലുള്ളത് മങ്കൂസ് മൗലൂദിലുണ്ട്. പ്രകാശത്തിൻ്റെ കൊട്ടാരങ്ങളെയാണ് ആമിന ബീവി കണ്ടത്. ഓരോ മാസത്തിൽ മുൻകഴിഞ്ഞു പോയ ഓരോ അമ്പിയാക്കൾ ആമിന ബീവിയുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ സുഖമനുഭവിച്ച ഗർഭിണി ആമിന ബീവി റളിയല്ലാഹു അൻഹയാണ്. നമ്മൾ സാധാരണ പറയലുണ്ട്, വൈദ്യൻ്റെ സാന്നിധ്യമാണ് ശിഫ, വൈദ്യൻ്റെ മരുന്നല്ല ശിഫ എന്ന് പറയലുണ്ട്. നാട്ടിലത്തെ ഉദാഹരണം പറയാനപ്പോൾ എനിക്ക് പറ്റുള്ളൂ. പെരിന്തൽമണ്ണയിലെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ കൊച്ചിയിൽ നിന്ന് കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറ്റുന്ന ഒരു ഡോക്ടർ വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആ ഡോക്ടറെ ഫോൺ നമ്പറിന് തന്നാണിന്ന് പറയാൻ നിൽക്കണ്ടെന്ന് വിചാരിക്കുക. അയാളെ 3 മാസം മുമ്പ് ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ എന്നും വിചാരിക്കുക. ഇതൊക്കെ വിചാരിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ 3 മാസം മുമ്പ് ബുക്ക് ചെയ്തു. സെപ്റ്റംബർ 14-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചക്ക് 1 മണിക്ക് ടോക്കൺ നമ്പർ 25. അങ്ങനെ ഡേറ്റായി സമയമായി. മരുന്നൊന്നും വാങ്ങണ്ട, ആശുപത്രി പോയാൽ ദണ്ണം മാറി, വന്നാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ദണ്ണം തുടങ്ങും. ഓട്ടോറിക്ഷ ഒഴിച്ച് കൊണ്ടുപോയി ആ ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഫീസാണ് കൊടുത്താൽ ദണ്ണം മാറി. മരുന്നൊന്നും വേണ്ട, നമുക്ക് പോകുകാറിന് പോരും. വാസ്തവത്തിൽ മരുന്ന് വേണ്ട. എന്താ വിഷയം? ക്വാളിറ്റിയുള്ള വൈദ്യൻ്റെ സാന്നിധ്യമാണ് ശിഫ. ലോകത്തെ ഏറ്റവും സന്തോഷമനുഭവിച്ച രോഗി, ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ഗർഭിണി ആമിന ബീവി റളിയല്ലാഹു അൻഹയാണ്. എന്താ കാരണം? വൈദ്യൻ അകത്തുണ്ട് എന്നതാണ് കാരണം. ഇതാണ് നബി തങ്ങളെ പഠിക്കുക എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈദ്യൻ അകത്തു തന്നെ ഉണ്ടായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ബിഷഗ്വരൻ അതാണ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് ഇപ്പോൾ അടുത്തൊരാൾ ചോദിച്ചേ, ഈ സുർക്ക ധാരാളമായി ഉപയോഗിച്ചാൽ കിഡ്നി ഫെയിലിയർ അല്ല, സുർക്ക ധാരാളമായി ഉപയോഗിച്ചാൽ ആണുങ്ങൾക്ക് മൂത്രക്കടച്ചിലുണ്ടാവും, സ്ത്രീകൾക്ക് വെള്ളപോക്ക് പറഞ്ഞ അസുഖം ഉണ്ടാവും, അസ്ഥിയുരുക്കം എന്ന അസുഖം ഉണ്ടാവും എന്നാണ് പുതിയ പഠനം. നബിതങ്ങളാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുർക്ക ധാരാളമായി ഉപയോഗിക്കാൻ പറയുകയും ചെയ്തിരിക്കുന്നു. രണ്ടും കൂടി തമ്മിൽ എതിരായില്ലേ എന്ന് ചോദിച്ചു. കൂട്ടത്തിലൊരു വാക്ക് ഞാൻ പറയട്ടോ, ഇൽമ് വിവരം എത്ര കൂടുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷേ ഭൗതിക വിജ്ഞാനം ആത്മീയ വിജ്ഞാനം കൊണ്ട് പരിപാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈമാൻ പോവും. ഹലോ ഹലോ മുഅ്മിനീങ്ങളെ, ഹലോ. ഈമാൻ എത്ര ഇൽമ് വിവരം എത്ര കൂടുന്നതിനും കുഴപ്പമില്ല. ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് അത് ആത്മീയ വിജ്ഞാനം കൊണ്ട് പരിപാലിക്കപ്പെട്ടില്ലെങ്കിൽ ഈമാൻ പോകും. ഈമാൻ പോണത് വിവരമില്ലാത്തവരതല്ല, വിവരമുള്ളവൻ്റെതാണ്. വിവരമില്ലാത്ത കന്നൂട്ടേറിൻ്റെ ഈമാൻ പോയിട്ടില്ല. ഈമാൻ പോയത് മുബത്തദിയായത്, യുക്തിവാദിയായത്, നിരീശ്വരവാദിയായത്, സർവമത സത്യവാദിയായത്, സ്ത്രീ പക്ഷപാതിയായത്, ലിബറലിസ്റ്റായത് വിവരമില്ലാത്തവരല്ല, വിവരമുള്ളവരാണ്. എന്തേ കാരണം? ഭൗതിക വിജ്ഞാനത്തെ ആത്മീയ വിജ്ഞാനം കൊണ്ട് പരിപാലിക്കപ്പെട്ടില്ലെങ്കിൽ ഈമാൻ പോയിരിക്കും. അതുകൊണ്ട് ഭൗതികം പഠിക്കുന്നതിനനുസരിച്ച് സംശയം വന്നുകൊണ്ടിരിക്കും. ആ സംശയം ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പോവും, ഉറപ്പായിട്ടും പോവും.
അപ്പം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, സുർക്ക ധാരാളം കഴിച്ചാൽ ആണുങ്ങൾക്ക് മൂത്രക്കടച്ചിലുണ്ടാവും, സ്ത്രീകൾക്ക് വെള്ളപ്പോക്കും ഉണ്ടാവും, എന്താ ഇത് പ്രശ്നം എന്ന് ചോദിച്ചു. എന്താ വിഷയം? ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് ആയിക്കെന്ന് പഠിക്കുക വേണ്ടത്. മനുഷ്യന്മാരെ, ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും ആദ്യം ചെയ്യേണ്ടത് അതേ ഹദീസ് ഒന്നുകൂടിയും പഠിക്കുക വേണ്ടത്. ഇതേ ഹദീസ് ഒന്നുകൂടിയും പഠിച്ചാൽ മതി. എന്താ ഹദീസ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ ചെന്നു. ഭാര്യയോട് ചോദിച്ചു, ഇവിടെ ഭക്ഷണം വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, ഉണങ്ങിയ റൊട്ടിയാണുള്ളത് എന്ന് പറഞ്ഞു. കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഉണങ്ങിയ റൊട്ടി എന്ന് പറഞ്ഞാൽ റൊട്ടി ബാക്കിയാവുമ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് സൂക്ഷിച്ചു വെക്കും. ഭക്ഷണമില്ലാത്ത സമയത്ത് അതിലേക്ക് വെള്ളം കുടഞ്ഞ് രണ്ടാമത് ഉപയോഗിക്കും. അതാണ് ഉണങ്ങിയ റൊട്ടി. കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അത് കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഇതിലേക്ക് കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇവിടെ സുർക്കയല്ലാതെ മറ്റൊരു കൂട്ടാനും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണ്, കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? വേറെ ഒന്നും ഇല്ലെങ്കിൽ എന്നാണ് അർത്ഥം. ഇങ്ങനെ ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് രണ്ടാമത് പഠിച്ചാൽ മതിയാവും. ഹദീസ് എന്നത് വഹയിൻ്റെ ഇൽമാണ്. അതിൽ വരുന്ന സംശയത്തിൻ്റെ മറുപടി അതിൽ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ